എന്തായാലും ഇതൊരു ഏറ്റെടുത്ത ഉത്തരവാദിത്വം ഞാൻ ഭംഗിയായി മുൻപോട്ട് കൊണ്ടുപോകും. വോട്ടർ പട്ടികയിൽ വന്നിരിക്കുന്നത് വളരെ വളരെ വലിയ തെറ്റുകളാണ്. ഒരു വീട്ടിലുള്ള വോട്ടർമാർ ഒരു വാർഡിലും രണ്ടുപേരുണ്ടെങ്കിൽ ഭാര്യ ഒരു വാർഡിലും ഭർത്താവ് അടുത്ത വാർഡിലും. ഞാനിപ്പോൾ എല്ലാ ദിവസവും ഓരോ താഴെത്തട്ടിലും മണ്ഡലങ്ങളിൽ ചെന്ന് വാർഡ് പ്രസിഡന്റുമാരുമായി ചർച്ച ചെയ്ത് ഇതിനുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇന്നലെയും രാത്രി തീർന്നപ്പോൾ 8 മണിയായി. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വലിയ തെറ്റ് വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നു വന്നിരിക്കുന്നു. ഒരു ഭാഗത്ത് 150 പേരുടെ വോട്ട് ഒരു ഭാഗത്തുമില്ല. സാധാരണ ഇവിടെ ഇല്ലെങ്കിൽ അടുത്ത വാർഡിലുണ്ട്, അതുമില്ല. അപ്പോൾ അങ്ങനെ വരാവുന്ന തെറ്റുകൾ ബോധപൂർവം വരുത്തിയിരിക്കുന്നു. സത്യത്തിൽ ഇതാരാണോ ഇത്രയും വലിയ തെറ്റ് കാണിച്ചത് അവർക്ക് തക്കതായ ഉദ്യോഗസ്ഥന്മാർക്ക് ശിക്ഷ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ DCC പ്രസിഡന്റുമാർക്ക് മത്സരിക്കാൻ വിലക്ക് വന്നേക്കുമെന്നൊക്കെയുള്ള ഒരു ആലോചന, ഒരു പരിശോധന നടക്കുന്നുണ്ട്. പക്ഷേ മുഴുവൻ സമയ പ്രസിഡന്റ് ആകാൻ താങ്കളെ കിട്ടില്ലായിരിക്കും. ചോദ്യത്തിന്റെ ഉദ്ദേശം മനസ്സിലായി. ഇപ്പം മത്സരിക്കാൻ പറഞ്ഞാൽ എനിക്ക് മത്സരിക്കേണ്ടി വരും, അക്കാര്യം സംശയമൊന്നുമില്ല. അതും പറഞ്ഞത് ശരിയാണ്. കോൺഗ്രസ്സുകാർക്ക് ശത്രു കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ഇടതുപക്ഷത്തിനോ BJPക്കോ കഴിയില്ല. കോൺഗ്രസ്സുകാർ തന്നെ എതിരായി വരുമ്പോൾ മാത്രമാണ് പരാജയപ്പെടുന്നത്. ഇപ്പോൾ എന്തായിരുന്നാലും കഴിഞ്ഞ 9.5 വർഷക്കാലമായി കേരളത്തിൽ ഇടതുപക്ഷ ഭരണം വരികയും കോൺഗ്രസ്സുകാരുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത തിക്ത അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്തപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് ഒറ്റക്കെട്ടായി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിൽക്കണം എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് താഴെത്തട്ടിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഏതാണ്ട് പരിഹരിച്ചു വരികയാണ്. ഒരു അഭിപ്രായ വ്യത്യാസം പരിഹരിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന പ്രശ്നമൊന്നും ഞങ്ങൾക്കിപ്പോൾ ഇല്ല. ഇപ്പോൾ എല്ലാവരും വരുന്ന മാനസികമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നു. 9.5 വർഷമായി കോൺഗ്രസിന് ഭരണമില്ല. ഇനി കോൺഗ്രസിന് ഭരണം കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അഭിപ്രായ വ്യത്യാസത്തിൽ കഴിയുന്ന നേതാക്കന്മാരും ഒരുമിച്ച് വരുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്പം പോലും സംശയമില്ല, കോൺഗ്രസിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയില്ല, അത് പരിഹരിക്കപ്പെടും. ഒരു സന്തോഷമായി നിങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്, മുൻപ് കാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലുള്ള ഗ്രൂപ്പ് തിരിച്ചുള്ള അഭിപ്രായ വ്യത്യാസം ഇന്ന് കോൺഗ്രസിനില്ല. എല്ലാവരും ഗ്രൂപ്പിനതീതമായി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി കണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഫലം അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയും. അല്ല, ഞാൻ പാർട്ടി നേതൃത്വവുമായിട്ട് ഇതുവരെ സംസാരിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായും നിങ്ങളിലൂടെയാണ് ഈ വാർത്ത ഞാൻ അകത്തിരുന്നപ്പോൾ അറിഞ്ഞത്. ഇനി എനിക്ക് ഉടൻ തന്നെ പാർട്ടി നേതൃത്വവുമായി KPCC പ്രസിഡന്റ് ഉൾപ്പെടെ മറ്റ് നേതാക്കന്മാരുമായിട്ടെല്ലാം സംസാരിക്കേണ്ടി ഇരിക്കുന്നു. ആ സംസാരിച്ചതിന് ശേഷമായിരിക്കും അടുത്ത നടപടി.